കൊട്ടാരക്കരയിലെ സ്കൂളുകൾക്കുണ്ടായിട്ടുള്ള മാറ്റം വളരെ ശ്രദ്ധേയമാണ്. 22 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, 9 കോടി മുതൽ താഴോട്ട് ഉള്ള പല തുകകൾക്കുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുമതിലുകളും അനുബന്ധമായ സൗകര്യങ്ങളും ഉൾപ്പെടെ ഏകദേശം 30ഓളം സ്ഥലങ്ങളിൽ നിർമ്മിതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി നടപ്പിലാക്കാനുള്ള അനുവാദം കൊടുത്ത പദ്ധതികൾ, ബഡ്ജറ്റിൽ പറഞ്ഞ പദ്ധതികൾ ഇതിന് പുറമെയാണ് വരിക. ഏകദേശം 75 കോടിയോളം രൂപയുടെ ചിലവ് ഈ മേഖലയെ മാത്രം വരും. അതോടൊപ്പം സ്കൂളുകളിലെ ഗ്രൗണ്ടുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിന് കൂടാതെ വരുന്നതാണ്. 6 സ്കൂളുകളിൽ ലാംഗ്വേജ് ലാബ്, വളരെ അന്തർദേശീയ നിലവാരമുള്ള ലാംഗ്വേജ് ലാബുകൾ വന്നു. സ്കൂളുകളിലെ 3D പ്രിൻറ്റിംഗ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ റോബോട്ടിക്സിൻ്റെ ക്ലസ്റ്റർ, മറ്റ് സയൻസും ഡെവലപ്മെൻറ്റും എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്കിൽ ടു വർക്ക് എന്ന് പറയുന്ന പദ്ധതികൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ സ്കൂൾ മേഖലയിൽ വന്നിട്ടുണ്ട്. സ്കൂളുകളിൽ 5 സ്ഥലത്ത് SPC അനുവദിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു. സ്കൂളുകളിലും കോളേജിലും സ്കൂൾ ബസ്സുകൾ അനുവദിക്കുന്നതിന് ഉള്ള നടപടികൾ എടുക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ അക്കാഡമിക് രംഗത്തിൻ്റെ മുന്നോട്ട് പോക്കലിന് വേണ്ടി പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ISRO ചെയർമാനായിരുന്ന ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ പങ്കെടുത്ത വിപുലമായ മെറിറ്റ് ഈവനിങ്ങും അതോടൊപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീച്ചും നടത്തി. 10,000-കണക്കിന് ആളുകളാണ് ഇത്തരം പരിപാടികൾ പങ്കെടുത്തത്. രക്ഷകർത്താക്കൾ ഉൾപ്പെടെ എല്ലാവരും വന്നിരുന്നു. 1500 കുട്ടികൾക്ക് വരെ നമ്മൾ ഏറ്റവും മികച്ച വിജയത്തിന് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. ഡിസയർ എന്ന് പറഞ്ഞ പരിപാടിയിൽ കുട്ടികളെ വിവിധ മേഖലകളിലെ പാണ്ഡിത്യമുള്ള എക്സ്പെർട്സ് വന്ന് ക്ലാസ് എടുത്ത ശ്രദ്ധേയമായ പരിപാടി നടത്തും. ക്വാളിറ്റേറ്റീവായ ഒരു മുന്നോട്ട് പോക്കിന് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ രക്ഷകർത്താക്കളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും സഹകരിപ്പിച്ചു നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊട്ടാരക്കരയ്ക്ക് നല്ല ഒരു മാറ്റത്തിന് സഹായകരമായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തുണ്ടായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടം ഏറ്റവും അധികം നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കും. ഈ നേട്ടങ്ങളെല്ലാം നേരിട്ടറിയുന്നവരാണ് 10,000-കണക്കിന് കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും എന്നുള്ളത് കൊണ്ട് നേർ സാക്ഷ്യമെന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വികസനങ്ങളാണ്. കൊട്ടാരക്കര ആഗ്രഹിച്ചത് LDF സാധ്യമാക്കി. കൊട്ടാരക്കരയുടെ വിശ്വാസത്തിനൊപ്പം എന്നും ഉണ്ടാകും. ബാലഗോപാലാണ്. വിശ്വസിക്കാം.